ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നെക്സ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ടെസ്റ്റ് ഫോർ മിൽക്ക് ക്വാളിറ്റി ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് അഡൾട്ടറൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടെസ്റ്റ് ഈസ് യൂസ് ടു മെഷർ ദ ഫാറ്റ് കണ്ടൻറ്റ് ഇൻ മിൽക്ക്. നമ്മൾ പഠിച്ചാണ് ജെർബർ മെത്തേഡാണ്, കഴിഞ്ഞ വീഡിയോയിൽ കൂടി ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ്, വാട്ട് ഡസ് ദ ലാക്ടോമീറ്റർ ടെസ്റ്റ് മെഷർ ഇൻ മിൽക്ക്. ലാക്ടോമീറ്റർ ടെസ്റ്റ് വെച്ചിട്ട് നമ്മൾ എന്താ മെഷർ ചെയ്യുന്നത്? സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. പ്രോട്ടീൻ കണ്ടൻറ്റോ ഫാറ്റ് കണ്ടൻറ്റോ ഒന്നുമല്ല, പകരം എന്താണ്? സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് നമ്മൾ ലാക്ടോമീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ്, വിച്ച് ടെസ്റ്റ് ഹെൽപ്സ് ഇൻ ഡിറ്റക്റ്റിംഗ് മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഇൻ മിൽക്ക്. മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഇൻ മിൽക്ക് കാണണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതിനകത്ത് ഏതാണ്? റിസാസുറിൻ ടെസ്റ്റ്, COB ടെസ്റ്റ്, ഫാറ്റ് ടെസ്റ്റ്, സ്റ്റാർച്ച് ടെസ്റ്റ്. അതിനകത്ത് റിസാസുറിൻ ടെസ്റ്റ് അല്ല, അതൊരു ഡൈ റിഡക്ഷൻ ടെസ്റ്റാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ മൈക്രോബിയൽ കണ്ടാമിനേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ റിസാസുറിൻ ആണ് വരിക, RRT, റിസാസുറിൻ റിഡക്ഷൻ ടെസ്റ്റ്. MPRT പോലത്തുള്ള ഒരു ടെസ്റ്റാണ്. അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണണേ. നെക്സ്റ്റ്, ദ ക്ലോട്ടോൺ ബോയിലിംഗ് ടെസ്റ്റ് ഈസ് യൂസ് ടു ഡിറ്റക്ട്. ക്ലോട്ടോൺ ബോയിലിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെറിയൊരു എമൗണ്ട്, സ്മോൾ എമൗണ്ട് ഓഫ് മിൽക്ക് എടുത്തിട്ട് ടെസ്റ്റ് ട്യൂബിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പൂണിലോ അങ്ങനെ ചെറിയൊരു എമൗണ്ട് എടുത്തിട്ട് 5 minutes നമ്മളതിനെ ബോയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബോയിൽ ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ക്ലോട്ട് ഓൺ ബോയിലിംഗ് അല്ലെ ക്ലോട്ട്സ് അവിടെ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? ആ മിൽക്ക് അത്രത്തോളം നല്ലതല്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. സോ മിൽക്ക് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലോട്ട് ഓൺ ബോയിലിംഗ് ടെസ്റ്റ് ചെയ്യുന്നത്. അതിനകത്ത് അത് ഇപ്പോൾ എന്താണ്? മിൽക്ക് കൊയാഗുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഒന്ന് ഹൈ അസിഡിറ്റി ഉണ്ടെന്നാണ്, അല്ലെങ്കിൽ എന്താണ്? ഒരുപാട് ഓർഗാനിസംസ്, മൈക്രോ ഓർഗാനിസംസ് ഉണ്ടെന്ന് നമുക്ക് പറയാം. പക്ഷേ മെയിനായിട്ട് നമ്മൾ പറയാം ഹൈ അസിഡിറ്റിയും അതുപോലെ തന്നെ ഹൈ പ്രോട്ടീൻ കണ്ടൻറ്റുമാണ് പറയാം. ഓക്കെ. അപ്പോൾ ക്ലോട്ടോൺ ബോയിലിംഗ് കണ്ടൻറ്റിനകത്ത് ഹൈ അസിഡിറ്റി അതുപോലെ തന്നെ ഹൈ പ്രോട്ടീൻ കണ്ടൻറ്റ് ഉണ്ടെങ്കിലാണ് അത് കൊയാഗുലേറ്റ് ചെയ്ത് വരിക. ഓക്കെ. അപ്പോൾ ഇവിടെ ഓപ്ഷനകത്ത് നോക്കിയേ, ആഡഡ് വാട്ടർ, ഹൈ അസിഡിറ്റി, അഡൾട്രേഷൻ വിത്ത് സ്റ്റാർച്ച്, ഫാറ്റ് കണ്ടൻറ്റ്. അപ്പോൾ ഓപ്ഷൻ B ആണ് കറക്റ്റ് വരിക കേട്ടോ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ആക്സെപ്റ്റബിൾ pH റേഞ്ച് ഓഫ് ഫ്രഷ് മിൽക്ക്. pH റേഞ്ച് വരുന്നുള്ളത് ഒരു 6.5 to 6.8 ആണ് നമ്മൾ പഠിച്ചത് അല്ലേ. നെക്സ്റ്റ്, ദ ആൽക്കഹോൾ ടെസ്റ്റ് ഇൻ മിൽക്ക് ഈസ് യൂസ് ടു ഡിറ്റക്ട്. ആൽക്കഹോൾ ടെസ്റ്റിൻ്റെ കേസിൽ പറയുമ്പോൾ നമ്മൾ ഫ്രഷ് മിൽക്കിലേക്ക് എന്താണ് ആഡ് ചെയ്തുള്ളത്? ഒരു 68% അല്ലെങ്കിൽ 70% എത്തനോൾ ആഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളത് എന്താണ് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒബ്സർവ് ചെയ്യാണ്. അപ്പോൾ അവിടെ പ്രസിപ്പിറ്റേഷൻ ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഏത് ക്ലോട്ടോൺ ബോയിലിംഗ് ടെസ്റ്റ് ചെയ്ത പോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ അവിടെ പ്രസിപ്പിറ്റേഷൻ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ടെസ്റ്റ് പോസിറ്റീവാണ്, പ്രസിപ്പിറ്റേഷൻ ഇല്ലെങ്കിൽ ടെസ്റ്റ് നെഗറ്റീവാണ്. ഓക്കെ. ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് ആൽക്കഹോൾ, അതായത് എത്രത്തോളം ടൈം എടുത്തിട്ടാണ് നമ്മുടെ ഇത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ടെസ്റ്റ് നെഗറ്റീവ് ആവുന്നുണ്ടെങ്കിൽ, കൊയാഗുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മിൽക്ക് നല്ല ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ മിൽക്ക് ലെസ് ക്വാളിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ മെയിനായിട്ട് കൊയാഗുലേറ്റ് ചെയ്യുന്നുള്ളത് കസീനാണ്. അപ്പോൾ സ്റ്റെബിലിറ്റി ഓഫ് കസീനാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. അതായത് നമ്മൾ പിന്നെ അങ്ങോട്ട് പാസ്ചറൈസേഷൻ അതുപോലുള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്റ് നമ്മൾ കസീനിൽ ചെയ്യാൻ പോകല്ലേ. അപ്പോൾ അത് കറക്റ്റ് ഇതിന് നല്ല സ്റ്റേബിൾ ഉണ്ടോ, അത് കൊയാഗുലേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൽക്കഹോൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ C ആണ് കറക്റ്റ് വരിക. വിച്ച് ഡിവൈസ് ഈസ് കോമൺലി യൂസ്ഡ് ടു മെഷർ ദ ടെമ്പറേച്ചർ ഓഫ് മിൽക്ക്. ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത് നമ്മൾ എന്ത് വെച്ചിട്ടാണ്? തെർമോമീറ്റർ വെച്ചിട്ട്. pH മീറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് pH ചെക്ക് ചെയ്യാം. ജെർബർ മെത്തേഡ് നമ്മൾ എന്തിനാണ് പറഞ്ഞാൽ? ഫാറ്റ് കണ്ടൻ്റ് ആണ്. ലാക്ടോമീറ്റർ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. എ ഹയർ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻ മിൽക്ക് മേ ഇൻഡിക്കേറ്റ്. ഹയർ സ്പെസിഫിക് ഗ്രാവിറ്റി എപ്പോഴാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക? ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഫാറ്റ് അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹയർ സ്പെസിഫിക് ഗ്രാവിറ്റി വരാം. ഓക്കെ. ഹയർ സ്പെസിഫിക് ഗ്രാവിറ്റി വരുന്ന എപ്പോഴാണ്? അവിടെ സ്പെസിഫിക് ഡെൻസിറ്റി കൂടുമ്പോഴാണ്. സോ റിമൂവൽ ഓഫ് ഫാറ്റ് മേ ഇൻഡിക്കേറ്റ് ആണ്. ഓക്കെ. അപ്പോൾ അത് ഓർത്ത് വെക്കുക. അപ്പോൾ റിമൂവൽ ഓഫ് ഫാറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ. ദ മെത്തിലീൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ് ഇൻഡിക്കേറ്റ്സ്. MPRT ടെസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ RRT, റിസാസുറിൻ റിഡക്ഷൻ ടെസ്റ്റ് പോലെ തന്നെ ഒരു ടെസ്റ്റാണ് MPRT ടെസ്റ്റും. അതിനകത്ത് എന്താ പറയുന്നത്? എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുള്ളത്? പ്രോട്ടീൻ കണ്ടൻറ്റ്, മൈക്രോബിയൽ ലോഡ്, ആഡഡ് വാട്ടർ, ആസിഡിറ്റി. മൈക്രോബിയൽ ലോഡാണ് കേട്ടോ, മൈക്രോബിയൽ ലോഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഫോർ പാസ്ചറൈസേഷൻ എഫിഷ്യൻസി. പാസ്ചറൈസേഷൻ എഫിഷ്യൻസിൻ്റെ കേസിൽ നമുക്ക് ഫോസ്ഫറ്റേസ് ടെസ്റ്റാണ്, ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ടെസ്റ്റാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ A ആണ് ഇവിടെ കറക്റ്റ് വരിക കേട്ടോ. പിന്നെ കോമൺ അഡൾട്ടറൻസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, വിച്ച് അഡൾട്ടറൻറ്റ് ഈസ് കോമൺലി ആഡഡ് ടു ഇൻക്രീസ് മിൽക്ക് തിക്നെസ്. മിൽക്ക് തിക്നെസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു കൊഴുപ്പൊക്കെ അടങ്ങിയിട്ടുള്ളൊരു മിൽക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കോമൺ ആയിട്ട് ആഡ് ചെയ്യുന്നില്ല. അഡൾട്ടറൻറ്റ് ഏതാണെന്ന് ചോദ്യം. യൂറിയ, സ്റ്റാർച്ച്, ഡിറ്റർജൻറ്റ്, ഷുഗർ. കറക്റ്റ് വരിക സ്റ്റാർച്ചാണ് കേട്ടോ. സ്റ്റാർച്ച് ആഡ് ചെയ്താലാണ് ഒരു തിക്നെസ് ഒക്കെ ഉണ്ടാവുക. ഹൗ ഈസ് ദ പ്രസൻസ് ഓഫ് വാട്ടർ ഇൻ മിൽക്ക് ഡിറ്റക്റ്റഡ്. മിൽക്കിനകത്ത് വാട്ടറാണ് നമ്മൾ അഡൾട്ടറൻ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതെങ്ങനെയാണ് മനസ്സിലാവുക? ലാക്ടോമീറ്റർ ടെസ്റ്റിലൂടെയാണ് അത് മനസ്സിലാവുക. ലാക്ടോമീറ്റർ ടെസ്റ്റ്.
വിച്ച് കെമിക്കൽ ഈസ് യൂസ് ടു ഡിറ്റക്ട് സ്റ്റാർച്ച് ഇൻ മിൽക്ക്? സ്റ്റാർച്ചിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? അയഡിൻ സൊല്യൂഷനാണ്. അല്ല, അയഡിൻ സൊല്യൂഷൻ എന്താണ്, നമ്മുടെ മിൽക്ക് സാമ്പിൾ എടുത്തിട്ട് അതിനകത്ത് ഫ്യൂ ഡ്രോപ്സ് നമ്മൾ എന്താണ് അയഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ ഒരു ബ്ലൂ ബ്ലാക്ക് കളർ വരുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. യൂറിയ ഇൻ മിൽക്ക് ഈസ് ഡിറ്റക്റ്റഡ് യൂസിങ്. യൂറിയ എങ്ങനെയാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്? ജെർബർ നമ്മൾ എന്താ പറഞ്ഞത്? ജെർബർ മെത്തേഡ് ആണെങ്കിൽ ഫാറ്റ് കണ്ടൻ്റ് ആണ്. DMAB ആണ് ഇവിടെ യൂറിയൻ്റെ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. 1.6% DMAB റിയേജൻ്റാണ് നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യുന്നത്. DMAB എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫുൾ ഫോം കൂടി പഠിച്ചു വെക്കുക. ഡൈമീഥൈൽ അമിനോ ബെൻസാൽഡിഹൈഡ് ആണ്. അഡൾട്രേഷൻ വിത്ത് ഡിറ്റർജൻറ്റ് ഇൻ മിൽക്ക് ഗിവ്സ്. അഡൾട്രേഷൻ വിത്ത് ഡിറ്റർജൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സോപ്പൊക്കെ പോലെയുള്ള സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് സിന്തറ്റിക് മിൽക്സ് ഉണ്ടാക്കാറുണ്ട് അല്ലേ, മിൽക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അഡൾട്രേഷൻ നമ്മൾ കണ്ടുപിടിക്കുക? ഒന്നെന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, സോപ്പി ലാത്തർ ഉണ്ടാവും. അത് നമ്മൾ മിൽക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് നോക്കിയാൽ, നമ്മൾ കൈകളിൽ വെച്ച് റബ്ബ് ചെയ്ത് നോക്കിയാൽ ഒരു സോപ്പി ഫീലിംഗ് നമുക്ക് കിട്ടും. വിച്ച് ടെസ്റ്റ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് ഫോർമാലിൻ ഇൻ മിൽക്ക്. ഫോർമാലിൻ്റെ കണ്ടൻറ്റ് ഇത് എന്താണ്, ഫോർമാലിൻ്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് ഏതാ? COB ടെസ്റ്റ് അല്ല, ഹെയ്നർ ടെസ്റ്റാണ്. ഓക്കെ, ഹെയ്നർ ടെസ്റ്റാണ്. മെയിനായിട്ട് 2 ടെസ്റ്റാണുള്ളത്. ഒന്നാണ് ഈ ഹെയ്നർ ടെസ്റ്റ്. ഇതിനകത്താണ് നമ്മൾ പർപ്പിൾ റിങ് ഫോം ചെയ്യുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് മറന്നു പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അഡൾട്രേഷൻ്റെ വീഡിയോ കാണണേ, ഡയറി ടെക്നോളജിനകത്തുള്ളത്. ഹൗ ഈസ് സിന്തറ്റിക് മിൽക്ക് ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം പ്യുവർ മിൽക്ക്? പറഞ്ഞു, സിന്തറ്റിക് മിൽക്കിനകത്ത് നമ്മൾ മെയിനായിട്ട് എന്താണ് സോപ്പ് പോലുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു യെല്ലോ കളറൊക്കെ ആയിരിക്കും, അതിൻ്റെ കളർ കുറച്ച് വ്യത്യാസമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പറയാം ഡിറ്റക്ഷൻ ഓഫ് ഡിറ്റർജൻസ് ആണ് മെയിനായിട്ട് നമുക്കതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഡിറ്റക്ഷൻ ഓഫ് ഡിറ്റർജൻസ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് അമോണിയം സൾഫേറ്റ് ടെസ്റ്റ്? അത് ഡിറ്റക്ട് യൂറിയ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഡിറ്റക്ട് യൂറിയ ആണ് അമോണിയം സൾഫേറ്റ് ടെസ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിച്ച് അഡൾട്ടറൻറ്റ് കോസസ് എ സ്ലിപ്പറി ഫീൽ ഇൻ മിൽക്ക്? സ്ലിപ്പറി ഫീൽ കോസ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഡിറ്റർജൻറ്റ് അല്ലെ, ഒരു സോപ്പി ലാത്തർ ഉണ്ടാവും എന്ന് പറഞ്ഞു. അത് ഡിറ്റർജൻ്റ് ആണ്. സ്ലിപ്പറി ഫീൽ കയ്യിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് റബ്ബ് ചെയ്ത് നോക്കുമ്പോൾ ഒരു സോപ്പൊക്കെ നമുക്ക് കയ്യിൽ വെച്ച് ചെയ്യുന്ന അതുപോലെ തന്നെ നമുക്കുണ്ടാവും. ഹൗ ഈസ് ആഡഡ് ഷുഗർ ഇൻ മിൽക്ക് ഡിറ്റക്റ്റഡ്? ആഡഡ് ഷുഗർ നമ്മളെങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെനഡിക്സ് ടെസ്റ്റാണ്. ബെനഡിക്സ് ടെസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുള്ളത്. ഏതാണ്? ബെനഡിക് ടെസ്റ്റാണ്. ഈ ബെനഡിക് ടെസ്റ്റ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ബെനഡിക് ടെസ്റ്റിൻ്റെ കേസിൽ അയഡിൻ ടെസ്റ്റ്, അതിനകത്തുള്ള മറ്റു ഓപ്ഷൻസ് പറയാം. ബെനഡിക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അയഡിൻ ടെസ്റ്റ് ഷുഗറിൻ്റെ ആണ്. COB നമ്മൾ പറഞ്ഞു, MBRT പറഞ്ഞു. ഈ ബെനഡിക് ടെസ്റ്റ് സാധാരണ ഒരു റിഡ്യൂസിങ് ഷുഗർ അതിനകത്ത് പ്രസൻ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. റിഡ്യൂസിങ് ഷുഗർ പ്രസൻ്റ് ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ബെനഡിക് ടെസ്റ്റ്. അതായത് എന്താണ്, നമ്മുടെ സാമ്പിളിനകത്ത് ഏതെങ്കിലും റിഡ്യൂസിങ് ഷുഗർ, അതായത് ഗ്ലൂക്കോസ് നമ്മുടെ യൂറിനൊക്കെ പ്രസൻ്റ് ആയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതിലൊരു ടെസ്റ്റ് കൂടിയാണ് ഈ ബെനഡിക്സ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലൂക്കോസ് നമ്മുടെ മിൽക്കിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ബെനഡിക്സ് ടെസ്റ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ്, ദ പ്രസൻസ് ഓഫ് സോഡിയം ബൈകാർബണേറ്റ് ഇൻ മിൽക്ക് ഇൻഡിക്കേറ്റ്സ്. സോഡിയം ബൈകാർബണേറ്റ് എന്താണ് നമ്മൾ പറഞ്ഞത്? ന്യൂട്രലൈസർ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോഡിയം ബൈകാർബണേറ്റ്, സോഡിയം കാർബണേറ്റ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ഇതൊക്കെ നമ്മൾ ന്യൂട്രലൈസേഴ്സ് ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ D ആണ് കറക്റ്റ് വരിക. ആഡഡ് ഫാറ്റ്, പ്രിസർവേഷൻ, ഇൻക്രീസ്ഡ് പ്രോട്ടീൻ കണ്ടൻറ്റ്. അപ്പോൾ ഓപ്ഷൻ D ആയിരിക്കും കറക്റ്റ്. വിച്ച് ടെക്നിക്ക് ഈസ് മോസ്റ്റ് ആക്യുറേറ്റ് ഫോർ ടെസ്റ്റിംഗ് മിൽക്ക് അഡൾട്രേഷൻ? മിൽക്ക് അഡൾട്രേഷൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോസ്റ്റ് ആക്യുറേറ്റ് ടെക്നിക്കാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ബയോ കെമിസ്ട്രീൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അഡൾട്രൻസിനെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സാണ് ക്രൊമാറ്റോഗ്രഫിയും അതുപോലെ തന്നെ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ വരിക സ്പെക്ട്രോഫോട്ടോമെട്രി ആണ് കറക്റ്റ് വരിക കേട്ടോ. സ്പെക്ട്രോഫോട്ടോമെട്രി. അഡൾട്രേഷൻ വിത്ത് സാൾട്ട് ഈസ് ഡിറ്റക്റ്റഡ് യൂസിങ്. സാൾട്ടിനെ നമ്മളെങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്തത്? സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ പൊട്ടാഷ്യം ക്രോമേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്തിട്ട് ഒരു യെല്ലോ കളർ ഫോം ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കിയത്. അപ്പോൾ ഓപ്ഷൻ A നോക്കിയത് സിൽവർ നൈട്രേറ്റ് ടെസ്റ്റാണ്. പിന്നെ ഓപ്ഷൻ B ബെനഡിക്സ് ടെസ്റ്റാണ്. ഓപ്ഷൻ C AgNO3, അതും പറഞ്ഞാൽ സിൽവർ നൈട്രേറ്റിൻ്റെ കെമിക്കൽ ഫോമുലയാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ A ആൻഡ് C, അതായത് ഓപ്ഷൻ D ആണ് കറക്റ്റ് വരിക. പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇൻ മിൽക്ക് ഈസ് ടെസ്റ്റഡ് ഡ്യൂറിങ്. മിൽക്ക് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ 3 മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒന്നിനകത്ത് നമ്മൾ പൊട്ടാഷ്യം അയഡൈഡ് ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ. പൊട്ടാഷ്യം അയഡൈഡ് ആഡ് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഒരു ബ്ലൂ കളർ ഫോം ചെയ്യുന്നതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ 24th B ആണ് ആൻസർ വരിക കേട്ടോ. ഫ്രീസിംഗ് പോയിൻറ്റ് ഡിപ്രഷൻ ഇൻ മിൽക്ക് ക്യാൻ ഇൻഡിക്കേറ്റ് എന്താണ്? ഫ്രീസിംഗ് പോയിൻറ്റ് ഡിപ്രഷൻ, മിൽക്കിൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? അവിടെ എന്തുണ്ട്? ആഡഡ് വാട്ടർ ഉണ്ട് അല്ലേ. ആഡഡ് വാട്ടറാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുള്ളത്. സോ ഓക്കെ ആണല്ലോ, ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ. നെക്സ്റ്റ് നോക്കിയേ, വിച്ച് ടെസ്റ്റ് ഈസ് യൂസ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് അമോണിയം കോമ്പൗണ്ട്സ് ഇൻ മിൽക്ക്. അമോണിയം കോമ്പൗണ്ട്സിൻ്റെ പ്രസൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നുള്ളത് നെസ്ലേഴ്സ് റിയേജൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു യെല്ലോയിഷ് ബ്രൗൺ കളർ ഫോം ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു.
നെക്സ്റ്റ് ഹൗ ക്യാൻ ദ പ്രസൻസ് ഓഫ് സോപ്പ് ഇൻ മിൽക്ക് ബി ഡിറ്റക്റ്റഡ്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. എന്താണ്, എങ്ങനെയാണ് ഒരു ലാത്തർ അല്ലേ, എന്താണ് ഫോർമേഷൻ ഓഫ് ലാത്തർ ഓൺ ഷേക്കിംഗ്, അതാണ് മെയിനായിട്ട് ഇതിൻ്റെ കേസിൽ വരിക. ദെൻ വാട്ട് കളർ ഡസ് അയഡിൻ ടേൺ ഇൻ ദ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച്. സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ അയഡിൻ എന്ത് കളറിൽ വരും, ബ്ലൂ ബ്ലാക്ക് കളറിൽ വരും. അപ്പോൾ നമുക്ക് പ്രസൻസ് ഓഫ് അയഡിൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന പ്രസൻസ് ഓഫ് സ്റ്റാർച്ച് ഡിറ്റക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ അയഡിൻ സൊല്യൂഷൻ യൂസ് ചെയ്യാറുണ്ട്. ഹൗ ഇസ് ദ പ്രസൻസ് ഓഫ് വെജിറ്റബിൾ ഫാറ്റ് ഇൻ മിൽക്ക് ഡിറ്റക്റ്റഡ്. ചില സമയത്ത് വെജിറ്റബിൾ ഫാറ്റ് ഇവിടെ യൂസ് ചെയ്യാറുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, അതേതാണ്, അക്രോലിൻ ടെസ്റ്റാണ്, ഓപ്ഷൻ ബി ആണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാമ്പിൾ നമ്മൾ ടെസ്റ്റ് ട്യൂബിലേക്ക് എടുക്കുന്നു, അതിനകത്തേക്ക് കുറച്ച് പൊട്ടാഷ്യം ബൈസൾഫേറ്റ് ക്രിസ്റ്റൽസ് ആഡ് ചെയ്യുന്നു. എന്താണ്, അക്രോലിൻ ടെസ്റ്റാണ് പറയുന്നത്. പൊട്ടാഷ്യം ക്രിസ്റ്റൽസ് നമ്മൾ ആഡ് ചെയ്യുന്നു, അതിനകത്തേക്ക് പൊട്ടാഷ്യം ക്രിസ്റ്റൽസ് ആഡ് ചെയ്യുന്നു. അങ്ങനെ പൊട്ടാഷ്യം ക്രിസ്റ്റൽസ് ആഡ് ചെയ്തിട്ട് നമ്മളതിനെ ഹീറ്റ് ചെയ്യും. ആ ഹീറ്റ് ചെയ്യുമ്പോൾ അതിനൊരു പഞ്ചൻറ്റ് ഓർഡർ, അതില്ലെങ്കിൽ ഒരു ഇറിറ്റേറ്റിംഗ് ഓർഡറൊക്കെ വരികയാണെങ്കിൽ ആ ടെസ്റ്റ് പോസിറ്റീവാണെന്ന് പറയാം. അപ്പോൾ അതിനകത്ത് വെജിറ്റബിൾ ഫാറ്റ് അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് അക്രോലിൻ ടെസ്റ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്, വെജിറ്റബിൾ ഫാറ്റ് അടങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഏത് ക്രിസ്റ്റൽസാണ് യൂസ് ചെയ്യുന്നത്, പൊട്ടാഷ്യം ബൈസൾഫേറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പൊട്ടാഷ്യം ബൈസൾഫേറ്റിൻ്റെ കെമിക്കൽ ഫോർമുല വേണമെങ്കിൽ നോക്കി വെച്ചോളൂ, KHSO4 ആണ് കേട്ടോ, KHSO4, K പറഞ്ഞ പൊട്ടാഷ്യം. ഓക്കെ, സോ പൊട്ടാഷ്യം ബൈസൾഫേറ്റ് ആണ് ഇവിടെ ക്രിസ്റ്റൽസ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ, ബോയിൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഒരു പഞ്ചൻറ്റ് ഓർഡർ അല്ലെങ്കിൽ ഇറിറ്റേറ്റിംഗ് ഓർഡർ കിട്ടും. അതാണ് വെജിറ്റബിൾ ഫാറ്റ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. വിച്ച് അഡൾട്ടറൻറ്റ് ഈസ് കോമൺലി ആഡഡ് ടു മിൽക്ക് ടു ഇൻക്രീസ് ഷെൽഫ് ലൈഫ്. ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ പ്രിസർവേറ്റീവ്സ് ആണ് ആഡ് ചെയ്യുന്നത്. സ്റ്റാർച്ച്, സോഡിയം ബൈകാർബണേറ്റ്, ഫോർമാലിൻ, ഡിറ്റർജൻറ്റ്. ഇവിടെ ഡിറ്റർജൻറ്റ് നമ്മൾ കാണുന്നത് സിന്തറ്റിക് മിൽക്കിലാണ്. പിന്നെ സോഡിയം ബൈകാർബണേറ്റ് ന്യൂട്രലൈസർ ആയിട്ടാണ്, സ്റ്റാർച്ച് തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫോർമാലിനാണ് പ്രിസർവേറ്റീവായിട്ട് ആക്ട് ചെയ്യുന്നുള്ള ഒരു അഡൾട്ടറൻറ്റ്. വിച്ച് ടെസ്റ്റ് ഈസ് യൂസ് ടു ഡിറ്റക്ട് ദ കാർബണേറ്റ്സ് ഇൻ മിൽക്ക്. സാധാരണ നമ്മൾ കാർബണേറ്റ്സിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റൊസാലിക് ആസിഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, ചെറിയ റോസ്റ്റ് പിങ്ക് കളർ വരും എന്ന് പറഞ്ഞില്ലേ, അതാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷനകത്ത് നമുക്ക് കാണാം COB ടെസ്റ്റ്, റിസാസുറിൻ ടെസ്റ്റ് ഉണ്ട്, ബെനഡിക്സ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫിനോഫ്താലിൻ ടെസ്റ്റാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അല്ല, ഫിനോഫ്താലിൻ നമുക്കറിയാമല്ലോ, അതൊരു ഇൻഡിക്കേറ്ററാണ്. മിൽക്കിൻ്റെ അസിഡിറ്റി നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് ഇത് ഫിനോഫ്താലിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാർബണേറ്റും ബൈകാർബണേറ്റും ഒക്കെ പ്രസൻ്റ് ആയിരിക്കുമ്പോൾ ഈ ഫിനോഫ്താലിൻ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു റെഡ് കളർ അപ്പിയർ ചെയ്യും. ഓക്കെ, റെഡ് കളർ അപ്പിയർ ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഫിനോഫ്താലിനാണ് ഇവിടുത്തെ എന്ന് പറയാം. സാധാരണ നമ്മളിതാ റൊസാലിക് ആസിഡ് സൊല്യൂഷനാണ് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളൊരു 10 ml ഓഫ് മിൽക്ക് എടുത്തിട്ട് അതിനകത്തേക്ക് എന്താണ്, അതിനെ ഡൈല്യൂട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഫിനോഫ്താലിൻ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുമ്പോൾ കളർ ചേഞ്ച് ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. വിച്ച് കെമിക്കൽ ഈസ് യൂസ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, പൊട്ടാഷ്യം അയഡൈഡ് ആണ് ഇവിടെ കറക്റ്റ് വരിക. ദ ടെസ്റ്റ് ഫോർ സോഡിയം ക്ലോറൈഡ് ആൻഡ് മിൽക്ക് ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ അതേതാണ്, സിൽവർ നൈട്രേറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഹൗ ഇസ് ദ പ്രസൻസ് ഓഫ് മെലാമിൻ ഇൻ മിൽക്ക് ടെസ്റ്റഡ്. മെലാമിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ്, അതൊരു കോമ്പൗണ്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, പ്രോട്ടീൻ കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണ് മെലാമിൻ. അപ്പോൾ അതിൻ്റെ പ്രസൻസ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് സ്പെക്ട്രോഫോട്ടോമെട്രി വെച്ചിട്ടാണ് മെലാമിൻ്റെ കണ്ടൻറ്റ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. വിച്ച് അഡൾട്ടറൻ മേക്സ് മിൽക്ക് അപ്പിയർ വൈറ്റർ ദാൻ നോർമൽ. സാധാരണ ഉള്ളതിനേക്കാളും കൂടുതൽ വൈറ്റ് കളറിൽ കാണപ്പെടുന്നത് ഏത് അഡൾട്ടറൻ്റ് ആഡ് ചെയ്യുമ്പോഴാണ്, കാൽഷ്യം കാർബണേറ്റ് ആഡ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, കാൽഷ്യം കാർബണേറ്റും കുറച്ച് വൈറ്റ് കളറല്ലേ, അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ വൈറ്റ് കളറായിട്ട് അതിന് അപ്പിയർ ചെയ്യുന്നത്. നെക്സ്റ്റ്, ദ ടെസ്റ്റ് ഫോർ ഫാറ്റ് കണ്ടൻറ്റ് ഇൻ മിൽക്ക് യൂസിങ് സൾഫ്യൂരിക് ആസിഡ് ഈസ് നോൺ ആസ്. അത് നമ്മൾ പറഞ്ഞു, ജർബർ മെത്തേഡാണ്. വിച്ച് ടെസ്റ്റ് ഈസ് സ്പെസിഫിക്കലി ഡിസൈൻ ടു ഇവാലുവേറ്റ് മിൽക്ക് സ്പോയിലേജ് നമ്മൾ സാധാരണ ടെസ്റ്റ് ചെയ്യുന്നത് ഇവിടെ ഏതാണ് നമ്മൾ പറഞ്ഞ റിസാസുറിൻ ടെസ്റ്റാണ്. വാട്ട് ഹാപ്പൻസ് ടു മിൽക്ക് അഡൾട്ടറേറ്റഡ് വിത്ത് ഫോർമാലിൻ വെൻ ഹീറ്റഡ്. അതായത് ഫോർമാലിൻ നമ്മൾ എന്താ പറഞ്ഞ പ്രിസർവേറ്റീവായിട്ട് ആഡ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ, ആ ഫോർമാലിനുള്ള മിൽക്ക് നമ്മൾ ഹീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും, നോ ചേഞ്ച്, മിൽക്ക് കേർഡിൽസ്, ടേൺസ് യെല്ലോ, ഫോംസ് ബബിൾസ്. ഇവിടെ അങ്ങനത്തെ ഒരു ചേഞ്ച് നടക്കുന്നില്ല കേട്ടോ, നോ ചേഞ്ച് ആണ് വരിക. ഡിറ്റക്ഷൻ ഓഫ് ബോറിക് ആസിഡ് ഇൻ മിൽക്ക് ഈസ് ഡൺ യൂസിങ്. ഇത് പഠിച്ചു വെച്ചോളൂ. ഡിറ്റക്ഷൻ ഓഫ് ബോറിക് ആസിഡ് നമ്മൾ ചെയ്യുന്നത് ടർമറിക് പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ബോറിക് ആസിഡിൻ്റെ ഡിറ്റക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ടർമറിക് പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ബോറിക് ആസിഡിൻ്റെ അത് ചെയ്യുന്നത്, മറന്നു പോകരുത്. വാട്ട് ഈസ് ദ, ഇങ്ങനെ ആയിരിക്കും അഡൾട്ടറൻസിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ വരിക. ഏത് സൊല്യൂഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അല്ലാണ്ട് എത്ര ml എടുത്തു, എത്ര ഡ്രോപ്സ് എടുത്തു, അങ്ങനെ വരില്ല. അപ്പോൾ നമ്മൾ ml ഡ്രോപ്സും പഠിച്ചില്ലെങ്കിലും ആ റിയാക്റ്റൻസിൻ്റെ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. റിയാക്റ്റൻസ് ഏത് റിയേജൻ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
വാട്ട് ഈസ് ദ പ്രൈമറി റിസ്ക് ഓഫ് കൺസ്യൂമിങ് മിൽക്ക് വിത്ത് ഡിറ്റർജൻറ്റ് അഡൾട്രേഷൻ? ഡിറ്റർജൻറ്റ് അഡൾട്രേഷൻ എന്ന് പറയുമ്പോൾ സിന്തറ്റിക് മിൽക്കാണ്, അതിനകത്ത് ഒരുപാട് എന്താണ് ടോക്സിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ് ഉള്ളത്. അപ്പോൾ ഡൈജസ്റ്റീവ് ഇഷ്യൂസും ടോക്സിസിറ്റിയും ആയിരിക്കും കോസ് ചെയ്യും. ഡൈജസ്റ്റീവ് ഇഷ്യൂം ടോക്സിസിറ്റിയും. Which method is used to assess the microbial quality of milk? Microbial load of milk, microbial contamination of milk, microbial quality of milk, microbial spoilage of milk. ഇങ്ങനെ ചോദിച്ചാലും നമുക്ക് ഉത്തരം MBRT ടെസ്റ്റ് അല്ലെങ്കിൽ RRT ടെസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇവിടെ RRT ഇല്ലാത്തതുകൊണ്ട്, റിസാസുലിൻ ടെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് MBRT ടെസ്റ്റ് എടുക്കാം. MBRT ടെസ്റ്റിൻ്റെ ഫുൾ ഫോം അറിയാലോ, മെത്തിലീൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാത്തവരുണ്ടെങ്കിൽ നോക്കിയിട്ട് വരണേ. നെക്സ്റ്റ്, ദ പ്രസൻസ് ഓഫ് കാർബണേറ്റ് ഓർ ബൈകാർബണേറ്റ് ഇൻ മിൽക്ക് ഹെൽപ്സ് ടു. പ്രസൻസ് ഓഫ് കാർബണേറ്റ് ഓർ ബൈകാർബണേറ്റ് ഇൻ മിൽക്ക് എന്തിനാണ്? ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അല്ല, ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിൽക്ക് കാർബണേറ്റ് അല്ലെങ്കിൽ ബൈകാർബണേറ്റ് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ വാട്ട് ഈസ് ദ കളർ ചേഞ്ച് ഒബ്സർവ്ഡ് ഇൻ ദ നെസ്ലേഴ്സ് റിയേജൻറ്റ്? നമ്മൾ സാധാരണ എന്തിനാണ് നെസ്ലേഴ്സ് റിയേജൻറ്റ് ആഡ് ചെയ്യുന്നുള്ളത്? അമോണിയം കോമ്പൗണ്ട്സിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏത് കളറാണ് വരിക? യെല്ലോയിഷ് ബ്രൗൺ കളറാണ് വരുന്നത്. വിച്ച് ഈസ് നോട്ട് എ കോമൺ അഡൾട്രൻറ്റ് ഫൗണ്ട് ഇൻ മിൽക്ക്? ഡിറ്റർജൻറ്റ് കാണാറുണ്ട്, സോഡിയം ബൈകാർബണേറ്റ് ന്യൂട്രലൈസറായിട്ട് കാണാറുണ്ട്, സ്റ്റാർച്ച് തിക്കനിങ്ങിന് വേണ്ടി കാണാറുണ്ട്, അയൺ സൾഫേറ്റ് ആണ് കാണാത്തത്. സോ വിച്ച് ഈസ് നോട്ട് എ കോമൺ അഡൾട്രൻറ്റ്? അയൺ സൾഫേറ്റ്. അഡൾട്രേറ്റഡ് മിൽക്ക് വിത്ത് യൂറിയ ഈസ് ഡേഞ്ചറസ് ബിക്കോസ്, അതായത് നമ്മുടെ മിൽക്കിനകത്ത് നോർമലി എന്താ കാണാറുണ്ട്? യൂറിയ കാണാറുണ്ട്. അത് കോമ്പോസിഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ യൂറിയ അത്ര ഡിഫിക്കൽട്ട് അല്ല. നമ്മൾ പറഞ്ഞില്ലേ, ഇത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇൻറ്റൻസ് യെല്ലോ കളർ വരണം, അല്ലെ ഒരു സ്ലൈറ്റ് യെല്ലോ ഒക്കെ ആണെങ്കിൽ അത് നമ്മുടെ മിൽക്കിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള നോർമൽ യെല്ലോ ആയിരിക്കും. അതെല്ലാം നല്ലൊരു ഇൻറ്റൻസിൽ യെല്ലോ കളറാണ് ഫോം ചെയ്യുന്നതെങ്കിലാണ് അവിടെ യൂറിയ വെച്ചിട്ട് അഡൾട്ടറേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അങ്ങനെ അഡൾട്ടറേറ്റ് ചെയ്ത മിൽക്ക് നമ്മൾ കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം? കിഡ്നി ഫംഗ്ഷനൊക്കെ അത് അഫക്റ്റ് ചെയ്യും. കിഡ്നി ഫംഗ്ഷനെ അത് അഫക്റ്റ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഇൻഡിജീനിയസ് മിൽക്ക് പ്രൊഡക്ട്സിനകത്ത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഓരോ ദിവസമായിട്ട് പറയാമെന്ന്, അതുകൂടി നോക്കിയതിന് ശേഷം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇൻഡിജീനസ് മിൽക്ക് പ്രൊഡക്ട്സിൻ്റെ കേസിൽ വരുന്നുള്ള കുറച്ച് പ്രോഡക്റ്റ്സാണ്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ചീസിൻ്റെ ഡിഫക്ട്സ് നെക്സ്റ്റ് വീഡിയോനകത്ത് ചീസിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം കേട്ടോ. പിന്നെ ഇന്നലെ ടെലിഗ്രാമിനകത്ത് ഞാൻ FSSAI സ്റ്റാൻഡേർഡ്സിൻ്റെ ഒരു PDF അയച്ചിട്ടുണ്ടായിരുന്നു ഡോക്യുമെൻറ്റ്. അപ്പോൾ അതൊന്ന് റെഫർ ചെയ്യാം കേട്ടോ ആൾക്കാർ ആവശ്യമുള്ളവർ. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് കോവ ആൻഡ് കോവ ബേസ്ഡ് പ്രൊഡക്ട്സ് ആണ് നോക്കാൻ പോകുന്നത്. സോ കോവ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇതൊരു പോപ്പുലറായിട്ടുള്ള ഒരു നെയിമാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചക്ക ഉണ്ടാക്കുന്നില്ല, അതേപോലെ തന്നെ പാർഷ്യൽ റിമൂവൽ ഓഫ് വാട്ടർ റിമൂവ് ചെയ്തിട്ട് അതിനകത്തേക്ക് മിൽക്ക് സോളിഡ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കുന്നുള്ള ഒരു സാധനമാണ്. നമ്മുടെ മിൽക്ക് പാഡൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുള്ള സാധനമാണ് ഈ കോവ എന്ന് പറയുന്നത്. അതായത് അതിനകത്തുനിന്ന് നമ്മൾ വാട്ടർ കണ്ടൻ്റൊക്കെ റിമൂവ് ചെയ്തു, എന്നിട്ട് അതിനകത്തേക്ക് മിൽക്ക് സോളിഡ്സ് ആഡ് ചെയ്തിട്ട് അതിനെ തിക്കനും ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാധനമാണ് എന്താണ് കോവ എന്ന് പറയുന്നത്. ആ കോവ വെച്ചിട്ടാണ് നമ്മൾ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നത്. അത് പേട, അതുപോലെ തന്നെ ബർഫി, അതുപോലുള്ള കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നത് ഈ കോവ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ പാരാമീറ്റർ നമ്മൾ പഠിക്കണം. ഈ കോവേൻ്റെ ടോട്ടൽ സോളിഡ്സ് എന്ന് പറയുന്നത് 55% ടോട്ടൽ സോളിഡ്സ് ആയിരിക്കും. അതിൻ്റെ വാട്ടറും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തു, 55% ടോട്ടൽ സോളിഡ്സ് ആയിരിക്കും. പിന്നെ മിൽക്ക് ഫാറ്റ് 30% വരുന്നുണ്ട്, മിൽക്ക് ഫാറ്റ് 30%. പിന്നെ അതിനകത്തുള്ള മിനറൽസ്, അതിനെയാണ് നമ്മൾ ആഷ് എന്ന് പറയാം, അത് 6% വരുന്നുണ്ട്. 55%, 30%, 6%. ഒരു കാര്യം കൂടി പറയാം, വെറ്ററിനറി സയൻസിൻ്റെ റിവിഷൻ ഇന്ന് വൈകുന്നേരം കൊണ്ട് തീർക്കുക. നാളെ രാവിലെ തൊട്ട് വെറ്ററിനറി സയൻസിൻ്റെ 1-2 ദിവസങ്ങളിൽ ഡയറി ടെക്നോളജി, പിന്നെ ഒരു ദിവസം വെറ്ററിനറി സയൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ടോട്ടൽ സോളിഡ്സ് 55%, എന്താണ് മിൽക്ക് ഫാറ്റ് 30%, ആഷ് 6% ആണ് ഗോവയിനകത്ത് വരുന്നുള്ളത്. ഈ കോവ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ എന്താണ് ഈ കോവേനെ വെച്ചിട്ട് നമ്മൾ പേട ഉണ്ടാക്കുന്നതാണ് ആദ്യം പറയാൻ പോകുന്നത്. ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോവേനെ എടുത്തിട്ട് നമ്മൾ ഫ്ലോ ചാർട്ട് വരക്കാട്ടോ. കോവേനെ എടുത്തിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുന്നു ഒരു 60 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ നമ്മൾ ഒരു സ്റ്റീം ജാക്കറ്റഡ് പാനിൽ വെച്ചിട്ട് നമ്മളതിനെ ഹീറ്റ് ചെയ്യാണ്. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യും? ഷുഗർ ആഡ് ചെയ്യും. അതായത് കോവയും ഷുഗറും തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:1 ആയിരിക്കണം. 3 പാർട്ടിന് 1 ഷുഗർ ആയിരിക്കണം. അങ്ങനെയാണ്. അപ്പോൾ കോവ എടുക്കുന്നു, നമ്മൾ 60 ഡിഗ്രി സെൽഷ്യസിൽ അതിനെ ഹീറ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നു, എന്നിട്ട് അത് നമ്മൾ നല്ല വൃത്തി മിക്സ് ചെയ്യാണ്. നല്ലോണം മിക്സ് ചെയ്യാണ് ചെറിയൊരു ഫയറിൽ. ഓക്കെ, അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിലേറ്റീവ്ലി നല്ലൊരു ഫേം കണ്ടീഷൻ വരുന്നവരെ നമ്മളത് കറക്റ്റായിട്ട് നീഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സ് ചെയ്യുക, അല്ലെ നീഡിങ്. ഓക്കെ, നീഡ് ചെയ്യാണ്, കറക്റ്റായിട്ട് നീഡ് ചെയ്യുന്നു. എന്നിട്ട് ആവശ്യമാണെങ്കിൽ എന്തെങ്കിലും നമ്മൾ നട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്ലേവറിങ് സബ്സ്റ്റൻസസ് അതൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളത് ഈ സമയത്താണ് ആഡ് ചെയ്യേണ്ടത്, കറക്റ്റായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം. എന്നിട്ട് അത് വീണ്ടും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെന്താണ് ഒന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളതിന് ബോൾസ് നമുക്ക് വേണ്ട ഷേപ്പിലേക്ക് കൊണ്ടുവരാം.
എന്നിട്ട് അതിനെ നല്ല ഷേപ്പിലോട്ട് കൊണ്ടുവരാം. ഓക്കെ, ഇങ്ങനെയാണ് പേട ഉണ്ടാക്കുക. എന്താണ്, ഖോവ എടുക്കുന്നു, അതിനൊരു 60 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഹീറ്റ് ചെയ്ത സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഷുഗർ ആഡ് ചെയ്യുന്നു. ഷുഗർ ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു 3:1 റേഷ്യോയിലാണ് ചെയ്യുക. എന്നിട്ടൊരു റിലേറ്റീവ്ലി ഫേം ആവുന്നവരെ നമ്മളത് കറക്റ്റായിട്ട് നീഡ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അതിനകത്തേക്ക് നമ്മൾ നട്ട്സും ഫ്ലേവറും ആഡ് ചെയ്താൽ അത് കറക്റ്റായിട്ടൊന്ന് റിലേറ്റീവ്ലി ഫേം ആയതിനു ശേഷം മാത്രം നട്ട്സും ഫ്ലേവേഴ്സും ആഡ് ചെയ്യാം. അതിനുശേഷം അതും ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആവുന്നവരെ മിക്സ് ചെയ്യാം. അതിനുശേഷം ഒന്ന് ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് വേണ്ട ഷേപ്പിലോട്ട് നമ്മൾ മോൾഡ്സിൽ വെച്ചിട്ട് വേണ്ട ഷേപ്പിലോട്ട് നമ്മൾ കൊണ്ടുവരും. ഇപ്പോൾ നമ്മൾ പേട കഴിച്ചവർക്ക് അറിയാം പല ഷേപ്പിലുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ആ ബോൾസ് ഉണ്ടാക്കിയതിന് ശേഷം വേണ്ട ഷേപ്പിലോട്ട് കൊണ്ടുവരാണ് ചെയ്യുന്നത്. ഇത്രയാണ് പേടേനെ കുറിച്ച് പറയാനുള്ളത്. ഒന്നുകൂടെ പറയാം, ബർഫീനും കൂടി നമുക്ക് ഈ ക്ലാസ്സിൽ തന്നെ തീർക്കാം. ഓക്കെ, ബർഫീൻ്റെ കേസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ബഫലോ മിൽക്കാണ് എടുക്കുന്നത്. ഓക്കെ, ബഫലോ മിൽക്കാണ് ബർഫീൻ്റെ കേസിൽ എടുക്കുന്നത്. മാറിപ്പോയത് ബഫലോ മിൽക്കാണ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഖോവ ഉണ്ടാക്കുന്നു. ആദ്യം പാർഷ്യലി വാട്ടർ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഖോവ ഉണ്ടാക്കുന്നു. എന്നിട്ട് അതിനെ നമ്മൾ നല്ല വൃത്തിയിൽ നീഡ് ചെയ്യുന്നു. എന്നിട്ട് ഒരു സ്മൂത്ത് ടെക്സ്ചർ ഉണ്ടാക്കണം. അങ്ങനെ സ്മൂത്ത് ടെക്സ്ചർ ഉണ്ടാക്കിയതിന് ശേഷം എന്താണ്, നമ്മൾ ഈ ഖോവേനെ നമ്മൾ ഷുഗറുമായിട്ട് മിക്സ് ചെയ്യുന്നു. ആഡഡ് വിത്ത് ഷുഗർ, ഒരു 30% ഓഫ് ഖോവ, 30% ഷുഗർ ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ല വൃത്തിയിൽ എന്താണ് ബ്ലെൻഡ് ചെയ്യാണ്. എന്നിട്ട് വീണ്ടും നമ്മളതിനെ നീഡ് ചെയ്തിട്ട് നല്ലൊരു ടെക്സ്ചറിലേക്ക് കൊണ്ടുവരാണ്. ഈ ടെമ്പറേച്ചർ ഒരു 60 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ സമയത്ത് നമുക്ക് ഏത് ഫ്ലേവറാണോ ആഡ് ചെയ്യാനുള്ളത്, അതായത് നട്ട്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഫ്രൂട്ട്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, എല്ലാ സാധനങ്ങളും നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മളിവിടെ ആഡ് ചെയ്യാം. അതിന് ശേഷം അതൊന്ന് തണുത്ത് വരുന്ന സമയത്ത് നമ്മൾ ട്രേസിലോട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രേസിലോട്ട് മാറ്റുകയാണ്. ഈ ട്രേസ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, നമ്മൾ ഗീ വെച്ചിട്ട് സ്മിയർ ചെയ്തിട്ടുണ്ടാവും, അതിനോടത്തേക്ക് മാറ്റുകയാണ്. ചൂടോടെയാണ് എടുത്തിട്ട് മാറ്റുന്നുള്ളത്. അതിന് ശേഷമാണ് നമ്മൾ കൂൾ ചെയ്യുന്നത്. അങ്ങനെ കൂൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇതിൽ കിട്ടും. എന്നിട്ട് അതിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ എന്താ ബർഫീൻ്റെ കേസിൽ പറഞ്ഞാൽ, ഗോവ എടുക്കുന്നു, ബഫലോ മിൽക്കാണ്, അത് മാറരുത്. എന്നിട്ട് നമ്മൾ ഗോവ ഉണ്ടാക്കുന്നു. ഗോവ ഉണ്ടാക്കിയതിന് ശേഷം അത് കറക്റ്റായിട്ട് ഒരു സ്മൂത്ത് ടെക്സ്ചർ കിട്ടുന്നവരെ നമ്മളതിങ്ങനെ നീഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നീഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നത്. നേരത്തെ എങ്ങനെയാണ് നമ്മൾ ചെയ്തത്, ഷുഗർ ആഡ് ചെയ്തിട്ടാണ് നീഡ് ചെയ്തത്. ഇവിടെ നീഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നത്. ആ ഷുഗർ ആഡ് ചെയ്തിട്ട് അതൊന്ന് ജസ്റ്റ് ബ്ലെൻഡ് ആവുന്നവർ വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം എന്താണ്, ടെമ്പറേച്ചർ ഒരു 60 ഡിഗ്രി സെൽഷ്യസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നട്ട്സ്, ഫ്രൂട്ട്സ്, ചോക്ലേറ്റ് ആഡ് ചെയ്യണമെങ്കിൽ ചോക്ലേറ്റ് ആഡ് ചെയ്യാം, സാഫ്രൺ അല്ലെങ്കിൽ കാർഡമം എന്തൊക്കെ നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫ്ലേവർ അത് നമുക്ക് ആഡ് ചെയ്യാം. അതിന് ശേഷം എന്താണ്, ആ ഒരു മാസിനെ നമ്മൾ കൂൾ ചെയ്യാനും സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ഒരു ട്രെയിനകത്തേക്ക് സ്മിയർഡ് വിത്ത് ഘീ ആയിരിക്കും, ആ ട്രെയിലോട്ട് നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മാറ്റി കഴിഞ്ഞിട്ട് അത് കൂൾ ചെയ്തിട്ട് സെറ്റിലാവുമ്പോൾ നമ്മളതിനെ കട്ട് ചെയ്തിട്ട് എടുക്കും. ഓക്കെ, കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പേടേൻ്റെ കേസിൽ അതിങ്ങനെ ഉറച്ച് നിൽക്കില്ല. അപ്പോൾ ബർഫീൻ്റെ കേസിലാകുമ്പോൾ ഇതിങ്ങനെ എന്നാൽ ഉറച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ പേടേൻ്റെ കേസിൽ നമ്മൾ ഉണ്ടാക്കുന്നത് കുറച്ച് സ്മൂത്തായിരിക്കും. ഓക്കെ, ഇതിനേക്കാളും ഒരു ഫേം കണ്ടീഷനിലായിരിക്കും അത് ഉണ്ടാവുക. അതാണ് ബർഫീനെ കുറിച്ച് പറയാനുള്ളത്. ഇനി 2-3 പ്രൊഡക്ട്സ് ഇനിയും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് വരുന്ന വീഡിയോനകത്ത് ചെയ്യാം. ഓക്കെയാണ്.